ഹലോ ഗായ്സ്, എൻ്റെ യൂട്യൂബിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ പുതിയ വേൾഡ് തുടങ്ങുന്നില്ല. ഞാൻ നേരത്തെ കളിച്ചുകൊണ്ടിരിക്കുന്ന വേൾഡാണ് ഇതിനായിട്ട് തുടങ്ങുന്നത്. കാരണം എന്ന് വെച്ചാൽ അതിൽ ഞാൻ പ്രത്യേകിച്ചൊരു ബിൽഡൊന്നും ചെയ്തിട്ടില്ല. അപ്പം അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ വേൾഡ് കളിക്കുന്നത്. പിന്നെ ഇതൊരു ഞാൻ ഇത് ഫെബ്രുവരി 19 നിർത്തി വെച്ചിട്ട് മാർച്ച് 31 എടുക്കുന്നത്. പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ കളിച്ചില്ല. ഇതൊന്നും മാർച്ച് 31 എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ അവസാനം മാർച്ച് 31 വന്നു. ഞാൻ കുറച്ച് നാളായി എൻ്റെ വീട് കണ്ടിട്ട്. ഗായ്സ്, കൊള്ളാം. ഞാനിവിടെ ഇത് അയൺഫാമാണ് ഗായ്സ്. എൻ്റെ ഇവിടെ AFK ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗായ്സ്. നോക്കട്ടെ, ഇപ്പോൾ പുറത്ത് സോംബി ഉണ്ട്. മൈ ഗോഡ്, ബെഡ് വെച്ച് എവിടെയും കിടക്കുമല്ലേ. സോംബി ഉണ്ട് പുറത്ത് ഗൈസ്. ഇതാണ് എൻ്റെ വേൾഡ്. ദിസ് ഈസ് മൈ വേൾഡ്. കുറേ നാളായി ഗൈസ് കളിച്ചിട്ട്. 38 ദിവസം പോയി കളിച്ചിട്ട്. ബെഡ് വെച്ച് കിടന്ന് ഉറങ്ങട്ടെ. ചൂടാ. മോൺസ്റ്റേഴ്സ് നിയർ ബൈ. വേഗം വേഗം ഇവിടെ ചൂട്. ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വേൾഡ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പോകുന്നില്ല. വേൾഡ് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഗായ്സ്, ഇവിടെ ക്രീപ്പർ കണ്ടിട്ടില്ല. ക്രീപ്പറിനൊന്നും അടിക്കട്ടെ. ഈ ഫോണാണെങ്കിൽ ലാഗാണ്. ഞാൻ ഫോണിലാണ് കളിക്കണത്. ക്രീപ്പർ എൻ്റെ പൊന്നെ പൊട്ടിപ്പിച്ചില്ല. ഗായ്സ്, നോക്ക് ബാക്ക് ഉണ്ടായിരുന്നു. ചാടി ഓടുകൊണ്ട് പിന്നെ പൊട്ടിത്തെറിച്ചപ്പോൾ നോക്ക് ബാക്ക്. ഈ വേൾഡിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ നമ്മൾ അത് പറഞ്ഞ തന്നെ കുറേ ബിൽഡേഴ്സ് നടക്കാൻ വേണ്ടിയാണ്. അധികം ഫാമൊന്നും ചെയ്യില്ല, അത്യാവശ്യം ഫാമൊക്കെ ചെയ്യും. ഞാനിതൊന്ന് മൂടട്ടെ ഗായ്സ്. അപ്പോൾ ഞാനത് മൂടിച്ചുകൊണ്ട് ഇനി എൻ്റെ വേൾഡൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഗായ്സ്. ഇതാണ് എൻ്റെ സ്കിൻ. ഞാൻ സ്പോണായ സ്ഥലം ഇവിടെ ഞാൻ കാണിച്ചു തരാം ഗൈസ്. അവിടെ മാർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ മലയിൽ അവിടെ ഇട്ടൊരു മലയുണ്ട്. അവിടെ ഞാൻ എൻ്റെ ബേസ് ഒന്ന് വെറുതെ ചെറിയൊരു ബേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ വേണ്ടി. നമുക്ക് അങ്ങോട്ട് പോകാം. ഞാൻ അവിടെ ആയിട്ടാണ് സ്പോണായത്. അങ്ങോട്ട് പോകണം. പിന്നെ ഞാൻ അവിടെ തന്നെ ഒരു ബ്രീഡർ സെറ്റ് ആക്കിയിട്ടുണ്ട്. ബ്രീഡർ വഴിയാണ് അയൺഫാം ഉണ്ടാക്കിയത് ഗൈസ്. അവിടെയാണ് ഞാൻ സ്പോണായത്. ഞാൻ അവിടെ വെറുതെ മാർക്ക് വേണ്ടി ഇതൊക്കെ വെച്ചിട്ടുണ്ട്. കോബിൾ സ്റ്റോൺ ആണ്. അവിടെയാണ് കൃത്യം സ്പോണായ സ്ഥലം. ഇതാണ്. പിന്നെ അവിടെ ആയിട്ടാണ് ബ്രീഡർ. അവിടെ വീറ്റ് ഞാൻ ഇത് ബ്രെഡാക്കിയിട്ട് വില്ലേജസിന് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇത്രയും വില്ലേജസ് ഉണ്ട്. ഇനി ബ്രീഡ് ആവില്ല, കാരണം അത്രയും ബെഡുള്ളൂ. ഇനിയും കുറച്ച് ബെഡ് വെക്കണം. അതിനായിട്ട് ഞാൻ അവിടെ വൂൾ ഫാം ഉണ്ട്. ഒരു ഷീപ്പിനെ വെച്ച് അത് നമുക്ക് ഇനിയും അതിൽ നിന്ന് ഇച്ചിരി വൂൾ ഇട്ടിട്ട് വേണം ബെഡ് ഉണ്ടാക്കാൻ. ഇതിപ്പോൾ വർക്കാവില്ല. നമുക്കിവിടെ വെറുതെ ഇല്ല ബ്രീഡ് ആവില്ല. ഇനി ഗൈസ്, ഇവിടെയാണ് എൻ്റെ ബേസ് പറയാറ്റില്ല. ഒരു ചെറിയൊരിത്. ഇത് ഞാനൊരു നൊസ്റ്റാൾജിയ രീതിയിലാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. കുറച്ച് കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട്. ഗോൾഡൊക്കെ പിന്നെ നെതർ പോർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ടായി. ഫസ്റ്റ് തന്നെ മേടിച്ചത് അതാണ് വില്ലേജ്. അപ്പം ഇപ്പോൾ ഞാൻ ലാവ പൂളുണ്ട്. അങ്ങനെ നെതർ പോർട്ടൽ ഉണ്ടാക്കി. പിന്നെ ഇതിലാണ് ഞാൻ മൈൻ ചെയ്ത ഡയമണ്ടൊക്കെ ഉള്ളത്. അപ്പം അതൊക്കെ വെച്ചിട്ട് ലാഫീസും പിന്നെ മ്യൂസിക് ഡിസ്കും ഗാസ്റ്റിനെ ഗാസ്റ്റിൻ്റെ ഫയർ ബോൾ വെച്ച് ഗാസ്റ്റിനെ വീണ്ടും അടിച്ചു വന്ന് അങ്ങനെ കിട്ടിയാണ്. പിന്നെ അടിയിൽ മൈനിങ് ഏരിയ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് ഫുഡ് നോക്കട്ടെ. അപ്പോൾ അടിയിലോട്ട് പോകണം. അടിയിലോട്ട് എത്തട്ടെ ഗൈസ്. ഇവിടെയൊക്കെ ഞാൻ കുറച്ചൊക്കെ വെറുതെ സ്റ്റോണൊക്കെ വെട്ടിയിട്ടുണ്ട്, സ്റ്റോണൊക്കെ എടുക്കാൻ വേണ്ടി. ഗൈസ്, ഇവിടെയാണ്. ഇതിവിടെ പോയത് ഗൈസ്. ഇവിടെ ആയിട്ടാണ് എൻ്റെ 2 ഡയമണ്ട്. ഇത് ഞാൻ ഫോർച്യൂൺ പിക്കാക്സ് വെച്ചിട്ട് മൈൻ ചെയ്യാൻ വിചാരിച്ചു. അത് ഞാൻ മറ്റേതൊക്കെ മൈൻ ചെയ്ത് അതൊക്കെ ഓർത്തില്ല. പിന്നെ ഈ ഫോർച്യൂൺ വെച്ച് മൈൻ ചെയ്യാൻ വിചാരിച്ചു. ഇവിടെ ഡേർട്ട് വെച്ചേക്കണത് വഴി മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങോട്ട് പോകാനുള്ളത് ഗൈസ്. ഇതാണ്. പിന്നെ ഈ സ്റ്റെപ്പ് ഒന്ന് നമുക്ക്
സ്റ്റെയർ കേസ് ആക്കിയിട്ട് വെക്കണം, എന്നാൽ നമുക്ക് പെട്ടെന്ന് കയറി പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പൊക്കത്തത് ഗൈസ്. ഇതൊക്കെയാണ് എൻ്റെ ഇത്. പിന്നെ ഇവിടെ ഇൻഫിനിറ്റി വാട്ടർ ഉണ്ടാക്കേണ്ടി വെറുതെ ഉണ്ടാക്കിയാണ്, പ്രത്യേകിച്ച് യൂസ് ചെയ്തില്ല. ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിയ രീതിയിലൊക്കെ ഉണ്ടാക്കി വെച്ചാണ് ഗൈസ് ഈ സ്ഥലം. ഇനി എൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഏറ്റവും വലിയൊരു സൂപ്പർ ബിൽഡ് കാണിക്കാൻ പോവാണ് ഗൈസ്. നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഇത് എവിടെയെങ്കിലും കണ്ടു പഠിച്ചിട്ടുണ്ടാകും നിങ്ങൾക്ക്. അങ്ങനത്തെ ഒരു ബിൽഡാണ്, ഞാൻ കാണിച്ചു തരാം. ഗൈസ് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നത് ഇവിടെ നിന്ന് അവിടെ ഒരു ബിൽഡ് ഉണ്ടാകും ഗൈസ്. കണ്ടോ ഗൈസ്? എവിടെയെങ്കിലും കണ്ടു പറ്റുന്നുണ്ടോ ഗൈസ്? ഗൈസ് ഇത് തന്നെ സുധീണ്ണൻ്റെ ട്രേഡിംഗ് ഹാളാണ് ഗൈസ്. ഇത് കൃത്യം സുധീണ്ണ ചെയ്ത പോലെ അച്ചടിച്ച പോലില്ല ഗൈസ്. ഇത് ഞാൻ ബിൽഡ് ചെയ്തതാണ്. സുധീണ്ണനെ നോക്കി സുധീണ്ണൻ വെച്ച ബിൽഡിംഗ് ബ്ലോക്സ് വെച്ച്. കാരണം എന്ന് വെച്ചാൽ ഈ ബെഡ് റോക്കിൽ നമുക്ക് ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കണമെങ്കിൽ കുറേ പിസ്റ്റണും പിന്നെ ലിവറും വേണം കുറേ. അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെ ഇപ്പോൾ 15 വില്ലേജ് ആണെങ്കിൽ 15 പിസ്റ്റൺ അങ്ങനെയൊക്കെ വെച്ച് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. ഇതാകുമ്പോൾ ഒരു ലിവറുള്ളൂ. ഈ ഒരു ലിവർ അടിച്ചാൽ എല്ലാം തുറയും പിന്നെ അടയും ചെയ്യും. മനസ്സിലായി? ഇനി ഒരു പ്രാവശ്യം കൂടി ഇതാക്കിയാൽ ഗൈസ് അടഞ്ഞാണ്ട ഗൈസ്. അപ്പോൾ ഈ മെക്കാനിക്സ് എനിക്ക് ഇഷ്ടമാണ്. സുധീണ്ണൻ്റെ ഈ ട്രേഡിംഗ് ഹാള് ഞാൻ ചെയ്തത്. പിന്നെ എനിക്ക് ഈ ബിൽഡിംഗ് ബ്ലോക്സ് ഇഷ്ടപ്പെട്ട്, നമ്മുടെ ഈ സ്റ്റോൺ ബ്രിക്കൊക്കെ ഇഷ്ടപ്പെട്ട്, അതുകൊണ്ടാണ് ഇത് ചെയ്യാനുള്ള കാരണം. പിന്നെ എനിക്ക് റെഡ് സ്റ്റോണെ പറ്റി അധികമൊന്നും അറിയൂടാ. അതുകൊണ്ട് അതുകൊണ്ടാണ് ആ സുധീരൻ ചെയ്ത പോലെ ചെയ്തത്. അതുകൊണ്ട് ഇച്ചിരി കൂടി നല്ലതാണ്, കുഴപ്പമില്ല. പിന്നെ ഈ ട്രേഡിംഗ് ഹാളിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ബെഡും കൂടി വെക്കണം. ഈ ബെഡ് റോക്കിലാണെങ്കിൽ വില്ലേജസിന് ബെഡും കൂടി വേണം, ഇച്ചിരി ഫാസ്റ്റായിട്ട് ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി എന്തോ ബെഡ് വേണമെന്നാണ്. ബെഡും വെക്കണം. 60 ബെഡ് വേണമെന്ന്. 60 വില്ലേജ് വെക്കുമെങ്കിൽ 60 ബെഡ് വേണം എന്തായാലും, പറയാൻ പറ്റില്ല. എൻ്റെ ഇതിൽ എനിക്ക് 20 വില്ലേജസാണ് ഇത് മേടിക്കാൻ വേണ്ടി, എൻചാൻമെൻറ്റ് ബുക്ക് മേടിക്കാൻ വേണ്ടി. പിന്നെ അയൺ ട്രേഡ് ചെയ്യാൻ വേണ്ടി വേണം കുറച്ച് വില്ലേജസ്. പിന്നെ എൻചാൻറ്റിങ് ടേബിളും കൂടി വേണം എനിക്ക്. എൻ്റെ പക്ഷേ ലെവലില്ല, 17 ലെവലുള്ളൂ. അതൊക്കെ ചെയ്ത് വേണം ട്രേഡ് ചെയ്യാൻ. പിന്നെ ട്രേഡിംഗ് ഹാള് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഇനി വില്ലേജസിനെയും കൂടി കൊണ്ടുതന്നെ കുറേ പണിയുണ്ട്, അത് ചെയ്യണം. അതിന് ആദ്യം ഞാൻ ചെയ്യേണ്ടത് ആ വൂളൊന്ന് വേണം എനിക്ക്, വൂൾ വെച്ച് ബെഡ് ഉണ്ടാക്കാൻ വേണ്ടി. അതുകൊണ്ട് ബെഡ് ഒരു കൃത്യം 60 ബെഡ് വേണം. എന്നിട്ട് അവിടെ വെച്ചിട്ട് പിന്നെ വില്ലേജസിന് ട്രാൻസ്പോർട്ട് ചെയ്യാൻ കഴിച്ചു, അങ്ങനെ ചെയ്യാൻ കഴിച്ചു. പിന്നെ എൻ്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണാം, ഡേയ്സ് ബ്ലേഡ് 102. ഇത്രയും ആള് കാരണം വെച്ചാൽ ഞാൻ കൂടുതലും അയൺ ഫാമിൻ്റെ അവിടെ AFK AFK എന്നുകൊണ്ടാണ് ഇതായത്. അപ്പോൾ ഞാൻ AFK ഇട്ട് നിന്നിട്ട് എത്ര കിട്ടുമെന്ന് കാണാം ഗൈസ്. ഞാൻ അവിടെ എത്തട്ടെ ഗൈസ്. ഞാൻ ഇവിടെ എത്തി ഗൈസ്. ഇതാണ് എൻ്റെ അയൺ ഫാം ഗൈസ്. ഇതാണ് അയൺ ഫാം. ഓ ഗൈസ് ചാടി വീണ്. ഈ ഫോണ് ഇതാണ് ഗൈസ്, ഫോൺ കാരണം ഇതാ ഈ ഇടക്ക് സ്ക്രീൻ തിരിയും. ഞാൻ എങ്ങനെയൊക്കെയാണ് കഷ്ടപ്പെട്ട് കളിക്കുന്നത്. ഓക്കെ ഗൈസ്, എന്നാൽ കണ്ടോളൂ ഗൈസ്. കണ്ടോളൂ, ഇത്രയും ആയുണ്ട് ഗൈസ്. ഇത് ഞാൻ AFK ഒപ്പിച്ചാണ്. ഇതാണ് 1 മണിക്കൂർ AFK എന്ന് ആലോചിച്ചൊക്കെ. ഒരു ഷാക്ക അത്രയൊക്കെ കിട്ടുള്ളൂ. ഞാൻ എത്ര മണിക്കൂറിലൊന്ന് ഗൈസ് കുറയുന്നു. പിന്നെ ഇത് ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കിയ ഈ വേൾഡിൽ 98ാമത്തെ ദിവസം എന്നാണ് ഞാൻ ഉണ്ടാക്കിയതാണ്. 95 എന്താണ് ഞാൻ ഈ വൂൾ ഫാം ഉണ്ടാക്കിയത്. പിന്നെ അങ്ങോട്ട് പോയി കാണിച്ചു, അവിടെയാണ് എൻ്റെ നെതർ പോർട്ടൽ ഗൈസ്. പിന്നെ ഞാൻ ഈ ലാവാ പൂളാണ് ആദ്യം വില്ലേജ് കണ്ടുപിടിക്കാൻ നമുക്ക് കണ്ടുപിടിച്ചത്. ഞാനപ്പോൾ ആ ലാവാ പൂളിൻ്റെ അടുത്ത് തന്നെ ഒരു നെതർ പോർട്ടൽ ബിൽഡ് ചെയ്തു. പിന്നെ ഞാൻ വില്ലേജ് കണ്ടുപിടിച്ച് പറഞ്ഞു ഗൈസ്. ആ വില്ലേജിൽ നിന്ന് ഹേബിയിൽ വെച്ചാണ് ഞാൻ ബ്രെഡ് ഉണ്ടാക്കി വില്ലേജസിന് ബ്രീഡ് ചെയ്യിപ്പിച്ച് ബ്രീഡർ ഇതാക്കിയത്. കുറച്ച് ബ്രെഡ് മാത്രം നമ്മുടെ വീറ്റ് ഫാം ചെയ്തുള്ളൂ. പിന്നെ പോകണം വഴി തെറ്റുന്നൊരു ഡൗട്ടുണ്ട്. ഞാൻ കഴിഞ്ഞൊന്നാണ് എയർപോർട്ടിൽ ഒന്ന് കണ്ടുപിടിക്കട്ടെ ഗൈസ്. തെറ്റില്ല. ഗൈസ് അങ്ങനെ കിട്ടി ഗൈസ്. നമ്മളെ നെതർ പോർട്ടൽ ലൊക്കേഷൻ കിട്ടിയത് ഇവിടെ ഞാൻ പണിത് വെച്ചു, ലാവാ പൂളിൻ്റെ അടുത്ത് ഗൈസ്. കണ്ടോ ഗൈസ്, കിടക്കട്ടെ ഗൈസ് ഒന്ന്.
ഗായ്സ് പിന്നെ ആ റൂണിൻ്റെ ബോട്ടിൽ കണ്ടുപിടിച്ചായിരുന്നു. ഇത് ഈ നെതർ ബോട്ടിൽ ബിൽഡ് ചെയ്തിട്ടാണ്. റൂണിൻ്റെ ബോട്ടിൽ ഈ ഐലൻഡിൻ്റെ അപ്പുറത്താണ്. അവിടെ നിന്ന് ലൂട്ട് എടുത്തു. പിന്നെ വേറൊന്നും ചെയ്യില്ല. എന്നിട്ട് ഞാൻ വന്നു കണ്ടിട്ടാണ് വില്ലേജ് കണ്ടുപിടിച്ച. കോഴിനെ കൊല്ലട്ടെ. എന്താണ് ഈ ക്രീപ്പർ പൊട്ടിച്ചേർച്ചിട്ടാണ്. എൻ്റെ പിന്നെ കണ്ടില്ല, ഭാഗ്യത്തിന് അടുത്തായിരുന്നില്ല. പിന്നെ ഗായ്സ് ഇതൊക്കെയാണ് ഞാൻ ഈ വീട്ടിൽ ചെയ്തേക്കണത്. ഗായ്സ് ഞാൻ അടുത്ത് ഗായ്സ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്തേക്കണത്. അല്ലാണ്ട് വലിയ ഇതായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനിയും ഇതിലുള്ള വീഡിയോ ഞാൻ ഈ വേൾഡ് കളിക്കാൻ പോകുകയാണ് ഗായ്സ്. ഈ വേൾഡ് കളിച്ചാണ് നമ്മൾ ഇത് കാണിക്കാൻ പോകുന്നത്. ഇനി ഇപ്പോൾ ഇതിൻ്റെ ശരിക്കും നമ്മുടെ വേൾഡ് കളിച്ചതിൻ്റെ അവസാനമാണ് വേൾഡ് ടൂർ വരേണ്ടത്. ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ വേൾഡ് ടൂർ തന്നു ഗൈസ്. അപ്പോൾ ഇനി എത്ര ഇതൊന്നും ഗൈസ് അയൺ കൂടി തോന്നുന്നു. അയൻകോളെ ചത്തിട്ട് തോന്നുന്നു പറഞ്ഞാൽ ഗൈസ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി ഇതിലുള്ള വീഡിയോ ഞാൻ ഈ വേൾഡ് കളിച്ച് കാണിച്ചു തരും. ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ.